ഓൾ, ഐ എം സഞ്ജു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ന്യൂ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഇപ്പം വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരും പഠിക്കുവാൻ പോകുന്നതും എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിൽ പോകാൻ പറ്റുന്ന ഒരു കൺട്രി കൂടെയാണ് ഇറ്റലി. എന്നാൽ അവിടുത്തെ ലാംഗ്വേജ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ എല്ലാവരും പറയുന്നത് അവിടെ സംസാരിക്കുന്ന ഇറ്റാലിയൻ അല്ലേ. അതെങ്ങനെയാണ് നാട്ടിൽ ഒരു കുട്ടി പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്, എങ്ങനത്തെ രീതിയിലാണ് ആ ഒരു ഇറ്റാലിയൻ ലാംഗ്വേജ് അത്യാവശ്യം ഒരു സ്പോക്കൺ വേയിൽ മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ടിപ്സ് ആണ് ഇന്നുമായി ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ടിപ്സ് വി ക്യാൻ ഗീവ് സം കൈൻഡ്സ് ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ് ടു ഇംപ്രവൈസ് when you are here. Here are we have some tips for Italian language. നമുക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് നാട്ടിൽ ഇരുന്ന് തന്നെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളെല്ലാം സ്റ്റുഡൻസ് ആണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഹോബീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഹോബിക്ക് മാത്രം ഒരു ഡിമിനിഷ്ഡ് വരാത്ത ഒരു ഏരിയയാണ് നമ്മുടെ കൂടുതൽ പിള്ളേർ ഫോക്കസ് ചെയ്യുന്ന വാച്ചിങ് മൂവീസ്. ഇപ്പം എല്ലാവർക്കും സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജസിലുള്ള മൂവീസ് കാണുവാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് അത്യാവശ്യം ഒരു സ്പോക്കൺ വേയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും അധികം സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള നിങ്ങളാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലാംഗ്വേജസിൻ്റെ ഓരോരോ ആൽപ്സ്, നമ്മൾ ABCD A to Z പഠിക്കുന്നത് പോലെ അങ്ങനത്തെ ഉള്ള ആൽപ്സ് യൂട്യൂബിൽ നോക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കാം. നമ്മളെല്ലാവർക്കും ഇൻസ്റ്റഗ്രാംസ് ഉണ്ട്. സോ എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ളവരായിരിക്കും. സോ ഇൻസ്റ്റഗ്രാമിൽ ഇറ്റാലിയൻ സ്പീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറ്റാലിയൻ മൂവീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരുന്ന കുറച്ച് മൂവീസ് നിങ്ങൾ റീൽസ് ആയിട്ട് കാണുവാണെങ്കിൽ അത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് ഉണ്ടാകും. ഇറ്റലിയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അവിടുത്തെ ക്യുസീൻ. അപ്പോൾ അത്യാവശ്യം അവിടെ എന്തൊക്കെ ക്യുസീൻസ് ആണ് ഉള്ളത്, അവിടെ ഫുഡ് ലേബൽസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഇച്ചിരി ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നോളേജ് ലഭിക്കും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ എഗ് എലിഫൻ്റ് എന്ന് പറയും, യുബജീൻ എന്ന് പറയും. അത് ബോത്ത് ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണെങ്കിലും അമേരിക്കൻ ആക്സെൻ്റ് ആണെങ്കിലും ഡിഫറാണ്. അതേപോലെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, ഇപ്പം എഗ് പ്ലാന്റിനെ എന്താണ് ഇറ്റാലിയൻ ലാംഗ്വേജിൽ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇച്ചിരി ആയിട്ട് നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് നാട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആകാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് അറിയാമെന്നുള്ളത് പോലെ തന്നെ ഇംഗ്ലീഷിൽ ഓരോരോ ഫ്രൈസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജിൽ അത്യാവശ്യം കുറേ ഫ്രൈസസ് ഉണ്ട്. ആ ഫ്രൈസസിനെ നിങ്ങൾ തന്നെ വീട്ടിൽ ഇരുന്ന് ഒരു ദിവസം ഒന്നെന്ന രീതിയിൽ നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്ത് അതൊന്ന് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഇറ്റാലിയൻ സ്കില്ലിനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. ഒക്കാബുലറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഓക്കെ, ഒക്കാബുലറി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക പ്ലെൻറ്റി ഓഫ് വേർഡ്സ്. അപ്പം എല്ലാ ലാംഗ്വേജിനും, ഇംഗ്ലീഷിലാണെങ്കിലും ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു 5 ന്യൂ വേർഡ്സ് ഇറ്റാലിയൻ പഠിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ഇറ്റാലിയൻ സ്കില്ലിനെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ്. അറ്റ് എ ടൈം ഇതെല്ലാം നടക്കുമെന്ന രീതിയിലല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്കില്ല് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ തന്നെ ഇപ്പം തന്നെ ചാറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ ഒരു കാര്യമാണ്, നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒത്തിരി ടൈം യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ഫ്രണ്ടിനെ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ചാറ്റിംഗ് കോൺവെർസേഷനിലൂടെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇറ്റാലിയൻ സ്കില്ല് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം പഠിക്കും, അതായത് ആൽഫ് പഠിച്ചു, ആൻഡ് യൂട്യൂബിലെ പാട്ട് കേട്ടു, അങ്ങനെ എല്ലാ കാര്യവും ചെയ്തു. പക്ഷേ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആപ്റ്റ് അല്ല എങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഊപ്സ് ഫോമാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ, മേക്ക് യുവർ പ്രൊനൗൺസിയേഷൻ ആസ് ലൗഡ്. ആ ഒരു പ്രൊനൗൺസിയേഷൻ അൺടിൽ റൈറ്റ് ആകുന്നത് വരെ നിങ്ങൾ അതൊന്ന് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ഫോം ഉണ്ടാകും. അതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മേക്ക് യുവർ പ്രൊനൗൺസിയേഷൻ ആസ് ഇഫ് ഇറ്റ് ഈസ് അതൊരു തെറ്റാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ് എഗൈൻ. ആ ഒരു എഗൈൻ ഫോർമുല നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒത്തിരി ഇഷ്ടമുള്ളവരാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഭയങ്കര ലിസ്ണിങ് സ്കില്ല് കൂടുതലുള്ള ഒരു ഏരിയയാണ് ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ റീസണിലാണ് പല മലയാളീസ് ആണെങ്കിലും ഒത്തിരി പോപ്പ് സോങ്സ് പാടി പോപ്പുലർ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഒരു കാര്യത്തിലൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മളെ ഇന്ത്യയിലുള്ള പിള്ളേരെന്ന് പറയുന്ന അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്. ആ പാട്ട് നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷാണ് കേൾക്കുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറ്റാലിയനിൽ പോകുന്ന പിള്ളേർ അല്ലെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഇഷ്ടമുള്ളവർ
ജസ്റ്റ് ഒന്ന് ട്യൂണിങ് ചെയ്യുക. ഏത് ലാംഗ്വേജിലെന്ന് വെച്ചാൽ ഇറ്റാലിയൻ മ്യൂസിക്കും ഇറ്റാലിയൻ സോങ്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഇറ്റാലിയൻ കോൺവെർസേഷൻ നമുക്ക് എങ്ങനെയാണ് ടാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ല എങ്കിൽ, ഇപ്പം ഓഫ്ലൈൻ നമുക്ക് അധികം ആപ്ലിക്കബിൾ അല്ല, അതന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നോക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് തന്നെ യൂട്യൂബിൽ ഒത്തിരി ഓൺലൈൻ ട്യൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അവരുടെ കോൺവെർസേഷൻ നിങ്ങളൊരു ടൂൾസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു രാജ്യത്തിൽ വരുന്ന ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. അത്യാവശ്യം നിങ്ങൾ എന്നാ ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ വരുന്ന ന്യൂസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ക്രാക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോർമുല എല്ലാം തന്നെ നിങ്ങൾ എന്നാ ഇറ്റലിയിൽ ചെന്നാലും അതൊന്ന് ഫോളോ ചെയ്യണം. ഇറ്റലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു എൻക്വയറിക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് അഡ്മിഷൻ എങ്ങനെയാണ്, എന്തൊക്കെ പ്രൊസീജിയറാണുള്ളത്, ഇറ്റാലിയൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും ഇങ്ങനത്തെ ഉള്ള കുറേ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിലുണ്ടായിരിക്കാം.